ഒരു ഗെയിം പോലും വിജയിക്കാത്ത, നല്ലൊരു മൈൻഡ് ഗെയിം പോലും കാഴ്ചവെക്കാത്ത ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയിച്ചു എന്ന സംശയമുള്ളവർ ഇപ്പോഴും കേരളത്തിലുണ്ട്. വിജയിക്കാനായി PR വർക്കും മാത്രമല്ല പല പൂജകളും വഴിപാടുകളും അനു ചെയ്തിട്ടുണ്ടാകും. ചാത്തന്മാരുടെ ക്ഷേത്രത്തിൽ വഴിപാട് അനു നടത്തിയതായി അറിയാമെന്നും പറയുകയാണ് വിഷ്ണുമായ സേവകൻ സുജിത് ആശാൻ. ഫെയിം സ്റ്റെപ്പിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് അനു പ്ലാച്ചി എന്ന പാവയെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുപോയതെന്നും സുജിത്ത് പറയുന്നു. അനുമോൾ അവൾക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് പ്ലാച്ചി എന്ന പാവ കൊണ്ടുപോകുന്നത്. അവൾക്ക് സാത്താൻ സേവയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ബിഗ് ബോസിൽ സാത്താൻ സേവയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അനു പല ചാത്തന്മാരുടെയും ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തുകയും വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരാളും അത് സമ്മതിക്കത്തില്ല. ഞാൻ ഇന്നത് ചെയ്തെന്ന് പറയത്തുമില്ല. നമ്മുടെ സമൂഹം അങ്ങനെയാണ്. ബിഗ് ബോസ് കണ്ട് ഒത്തിരി മാതാപിതാക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ജയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അതിനുള്ളിൽ പൈസ കൊടുത്ത് വോട്ട് പിടിക്കുന്ന എത്രയോ പേരുണ്ട്. ഒന്നും വേണ്ട, നമ്മുടെ തിരഞ്ഞെടുപ്പ് വരാൻ പോകുകയല്ലേ, വോട്ടിന് വേണ്ടി അതിന് കാശ് കൊടുക്കുന്നില്ലേ. മത്സരങ്ങൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ അത് തന്ത്രവും കുതന്ത്രവും ഉണ്ടാകും. ഇതൊന്നുമില്ലാതെ ആരും ജയിക്കാറില്ല. നന്നായി ജയിക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ അവരെ ജയിപ്പിക്കാതിരിക്കാനുള്ള മാർഗങ്ങളും പുറകിൽ നിന്നും ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റാത്ത സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ആഭിചാരം ഇല്ലെന്നൊക്കെ പലരും പറയും. പക്ഷേ ആഭിചാരമുണ്ട്, പ്രേതബാധയുമുണ്ട്. അതാരും അന്വേഷിച്ച് പോകാറില്ലെന്നും മാത്രം. 50% ആളുകൾക്ക് വിശ്വാസമുള്ളവരും ബാക്കി 50% ആൾക്കാരും വിശ്വാസമില്ലാത്തവരുമാണ്. 50% വിശ്വാസമുള്ളവരിൽ 25% ആളുകൾക്ക് മാത്രമേ കൃത്യമായ വിശ്വാസമുള്ളൂ. പൈസയുള്ളവർ പല സ്ഥലങ്ങളിലും പോകും. അവർക്ക് വേണ്ട തകിടുകളും രക്ഷാബന്ധനങ്ങളും അവർ ചെയ്യാറുമുണ്ട്. അവർ അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്യും. അനുമോൾ പെരിങ്ങോട്ടുകരയിലേക്ക് പോയിട്ടുണ്ട്. കരിക്കുട്ടി സ്വാമിയൊക്കെ വളരെ പവർഫുൾ. ഞാൻ അനുഗ്രഹിക്കാറുള്ളതാണ്. ഒരാളെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ പരിഹാരം നടക്കുന്നതായും അറിഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായി എനിക്കറിയാം. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയും. ഒരു മൂർത്തി എന്താണെന്ന് അറിയണമെങ്കിൽ അതിനു പിന്നാലെ നടക്കണം. അനുമോൾ PR മാത്രമല്ല ചെയ്തിട്ടുള്ളതെന്ന് ശരിക്കു പറഞ്ഞാൽ അനീഷ് അല്ലേ സീസണിൽ ജയിക്കേണ്ടിയിരുന്നത്. സത്യം മുഖത്തു നോക്കി പറയുന്നവനെ ചവിട്ടി താഴ്ത്തവരാണ് നമ്മുടെ സമൂഹം. ഞാൻ ചെയ്യുന്നത് ആദിവാസി കർമ്മവേദിയാണ്. അത് തന്ത്രപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഒരാളെ കണ്ടാൽ അയാളുടെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കാമെന്നും സുജിത്ത് പറയുന്നു. ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം അനുവിനെ പോലെ തന്നെ ഫേമസ് ആണ് പ്ലാച്ചിയും. പ്ലാച്ചി തനിക്ക് ഏറെ പ്രിയപ്പെട്ട പാവയാണെന്ന് പറഞ്ഞാണ് അനുമോൾ അതുമായി ബിഗ് ബോസിലേക്ക് എത്തിയത്. പ്ലാച്ചിയിൽ എന്തോ കൂടോത്രമുണ്ടെന്ന് ആദ്യം പറഞ്ഞു തുടങ്ങിയതും അനുവിന്റെ സഹമത്സരാർത്ഥികളാണ്. പ്ലാച്ചിയെ മറ്റുള്ളവർ എടുത്ത് അപമാനിക്കുമ്പോൾ രൂക്ഷമായാണ് അനുമോൾ പെരുമാറിയിരുന്നത്.